ഹാപ്പി റിപ്പബ്ലിക് ഡേ. സോ ഇന്ന് നമ്മൾ ഉള്ളത് ഇവിടെ അസിസി സ്കൂളിലാണ്. കാരണം ഇവിടെ സ്പെഷ്യൽ കിഡ്സിന്റെ യൂത്ത് ഫെസ്റ്റിവൽ ആണ്, ദ ആനുവൽ യൂത്ത് ഫെസ്റ്റിവൽ, ദാറ്റ് ടു ദ 22nd edition. So let's go and see all of them. So guys, Bhavana, that is the name of the program. So see, it's really cute to see the poster also. Don't search for me, 'cause I'm going AWOL in my heart, there's a hole. So guys, നമ്മളിപ്പം നമ്മുടെ ക്യൂട്ട് പിള്ളേരുടെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ചിലതൊക്കെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം അവർ ഓരോ പാട്ടിനനുസരിച്ച് അവരാ ചെയ്യുന്നൊരു സ്റ്റെപ്സ്, കാരണം അവരുടെ എഫേർട്ട് ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അവർക്കും അവരത് പഠിപ്പിച്ചെടുത്ത ടീച്ചേഴ്സ്, ഹാറ്റ്സ് ഓഫ്. അതിനോട് നമുക്ക് ഡാൻസ് കൂടാതെ അവരുടെ തന്നെ പെയിന്റിംഗ്, ഡ്രോയിങ് കോമ്പറ്റീഷൻ, അതേപോലെ ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് മ്യൂസിക്, അങ്ങനെ ഒക്കെ ഉണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. കാരണം ഇഷ്ടംപോലെ ടാലന്റഡ് പിള്ളേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. House music. വരയ്ക്കുന്ന പിള്ളേരെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ വരയ്ക്കുക. അപ്പൊ അത് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സ്കൂളിൽ സ്ഥിരം ഡെയിലി ഞങ്ങൾ പ്രാക്ടീസ് കൊടുക്കും. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഡെയിലി പ്രാക്ടീസ് കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാം കാണും, അപ്പൊ അതിനോടനുബന്ധിച്ച് നല്ല പ്രാക്ടീസ് തന്നെ കൊടുക്കും. ഉച്ച കഴിഞ്ഞ് മൊത്തം പ്രാക്ടീസ് ആയിരിക്കും. ഞങ്ങൾ ഉച്ച വരെ ഉള്ളൂ, അവർക്ക് ക്ലാസ് റൂമിലുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഇപ്പൊ ക്ലാസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് ഇതൊക്കെ? എന്തായാലും നമ്മൾ നോർമൽ ആൾക്കാർക്ക് എടുക്കുന്ന രീതിയിൽ ആവില്ലല്ലോ.
ഇപ്പൊ ഉച്ചവരെ നമ്മള് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ കിട്ടുന്ന സ്കിൽസ്, അതുപോലെ പേഴ്സണൽ സ്കില്ല് വേണ്ടതാണ് അവർക്ക്, അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ അനുസരിച്ച് ഓരോ കുട്ടികളുടെയും ലെവൽ അനുസരിച്ച് പേഴ്സണൽ സ്കിൽ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് കൊടുക്കും, കോർഡിനേഷൻ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കും, ഈ മൊത്ത പസിൽസ് ഒക്കെ വെക്കാൻ കൊടുക്കും. പിന്നെ കുറച്ചുകൂടി ലെവൽ കൂടിയ പിള്ളേർക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പിന്നെ അതുപോലെ ഗ്രൂമിങ് സ്കില്ല്, മുടി പിന്നാൻ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മടക്കാൻ, ഈ ഷർട്ട് അവരവരുടെ നിത്യം ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ മടക്കാനുള്ള ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ഉച്ച കഴിഞ്ഞ് കൊടുക്കുന്നത് പ്രധാനമായിട്ടും. പിന്നെ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പാത്രം സ്വന്തമായിട്ട് കഴിയിപ്പിക്കും, ഭക്ഷണം കഴിച്ച ഗ്ലാസ് ഇതൊക്കെ കഴിയിപ്പിക്കും. അങ്ങനെയുള്ള ഓരോരുത്തർ എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിസിൽ. പിന്നെ അവർക്ക് വീട്ടിലും അത് അവർ ചെയ്യുന്നുണ്ടോ നമ്മള് അത് മീൻസ് പാരന്റ്സും ടീച്ചേഴ്സും രണ്ടുപേരും ഒരേപോലെ ഒപ്പം നിൽക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ കളറിങ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, എന്താണ് ഈ ഡാൻസ്, പാട്ട്, പിന്നെ സ്പോർട്സ് ഐറ്റം, ഓട്ടം, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെയാ നമ്മൾ നോക്കിയിട്ട് അസസ്മെന്റ് ചെയ്തിട്ട് ഉള്ള പരിപാടികൾ. അതങ്ങനെയാണ് ഞങ്ങളുടെ ദിവസം പോകുന്നത്. ആളെങ്ങനെ ഡ്രോയിങ് ആണ് പെയിന്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. കഴിഞ്ഞു അല്ലേ? പേരെന്താ? സുബിൻ. ഓക്കെ. ആൾക്കെങ്ങനെ പെയിന്റിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ സ്ഥലം എവിടെയാണ്? പള്ളുരുത്തി. വീട്ടിലാരൊക്കെ ഉണ്ട്? അനിയൻ, അച്ഛൻ. അമ്മ പറഞ്ഞു 4 പേരേ ഉള്ളൂ. ഓക്കെ, ശരി. താങ്ക് യു ടീച്ചർ.